എ പ്ലസ് ട്യൂഷൻ സെന്ററിന്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ സെക്ഷൻ ആണ്. ഇംഗ്ലീഷ് എന്ന വിഷയം പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കറിയാം ഗ്രാമർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫസ്റ്റത്തെ ബേസിക് പാർട്ട് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി മെച്ചം. അതുകൊണ്ട് അതിന്റെ ബേസിക് ആയ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞിട്ട് ഫസ്റ്റത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുമ്പോൾ അതിന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിന്റെ പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച്? ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ഏറ്റവും ബേസിക് ആയി വരുന്ന ഭാഗം പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. ഈ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 8 ടൈപ്സ്. ഹൗ മെനി ടൈപ്സ്? 8 ടൈപ്സ്. എത്ര ടൈപ്സ് ആണ് വരുന്നത്? 8 ടൈപ്സ് ആയിട്ടാണ് വരുന്നത്. എത്ര ടൈപ്സ് ആണ് വരുന്നത്? 8 ടൈപ്സ് ആണ്. അപ്പോൾ ഈ 8 ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള ക്ലാസ്സുകൾ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ക്ലാസ്സിന്റെ ബിഗിനിങ് ആയിട്ട് പാർട്സ് ഓഫ് സ്പീച്ച് തന്നെ എടുക്കുന്നത്. അപ്പൊ ഈ 8 സെക്ഷൻ എന്ന് പറയുന്നത് 8 ടൈപ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയ കാര്യങ്ങളാണ്. ചിലപ്പോൾ വളരെ ചുരുക്കം കുട്ടികൾക്ക് അത് അറിയാതെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ് പാർട്സ് ഓഫ് സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. എൻ്റെ പേര് ശ്രീന, ഇംഗ്ലീഷ് ആണ് എൻ്റെ വിഷയം. ഓക്കെ, so now we are moving on to our first section, parts of speech. Parts of speech is the basic foundation in creating a sentence. ഒരു സെന്റൻസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒത്തിരി പലതരത്തിലുള്ള വാക്കുകളുടെ ആവശ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ എഴുതുന്ന ഒരു സെന്റൻസിൽ പല വാക്കുകളുണ്ട്. അത് ഓരോന്നും ഓരോ കാറ്റഗറിയിലും പെട്ട വാക്കുകളാണ്. അപ്പോൾ അത് ഏതൊക്കെ കാറ്റഗറിയാണ്, എന്താണ് അത്, ഇത് എങ്ങനെ അനലൈസ് ചെയ്യാം, അതാണ് ഈ ഒരു സെക്ഷനോട് കൂടി വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പാർട്സ് ഓഫ് സ്പീച്ചിലെ 8 ഭാഗങ്ങൾ, അതെല്ലാം നിങ്ങൾ കേട്ട് സുപരിചിതമായ കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. 8 പാർട്സ്. ഫസ്റ്റ് എന്ന് പറയുന്നത് noun. ഫസ്റ്റ് പാർട്ട് ഈസ് noun. സെക്കൻഡ് പാർട്ട്, ആദ്യം ഞാൻ 8 ടൈപ്സ് പറയും, എന്നിട്ട് അതിന്റെ ഫങ്ഷൻ എന്തൊക്കെയാണെന്ന് പറയാം. സെക്കൻഡ് പാർട്ട് noun. തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ഒന്നും കൂടി പറയുന്നു, പാർട്സ് ഓഫ് സ്പീച്ച്. First part noun, second part the noun, third part adjective, fourth part verb, fifth adverb, sixth preposition, seventh one conjunction, and the last one is interjection. So ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു, പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞ ബേസിക് ഫൗണ്ടേഷൻ ആണ്. ഇതില്ലാതെ നമുക്ക് ഒരൊറ്റ സെന്റൻസ് പോലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദിസ് ഇസ് ഡിവൈഡ് ഇൻ ടു 8 ടൈപ്സ്. 8 തരങ്ങളായിട്ടാണ് വരുന്നത്. അതിൽ ഫസ്റ്റത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നൗൺ ആണ്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് നൗൺ ആണ്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് പ്രനൗൺ ആണ്. തേർഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് അല്ല, അഡ്ജക്റ്റീവ് ആണ്. ഫോർത്ത് ടൈപ്പ് എന്ന് പറഞ്ഞാൽ വേർബ് ആണ്. ഫിഫ്ത് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആഡ്വേർബ് ആണ്. സിക്സ് preposition, 7 conjunction, and 8 type is interjection. അപ്പോൾ ഇതെല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ,
ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നു. പാർട്സ് ഓഫ് സ്പീച്ച് ഇസ് ഡിവൈഡഡ് ഇൻടു how many types? 8 types. They are ഏതൊക്കെയാണ്? noun, pronoun, adjective, verb, adverb, preposition, conjunction, interjection. ഓക്കെ, ഇനി ഇതൊക്കെ എന്താണ് ഇതിന്റെ ഫങ്ഷൻ എന്ന് അനലൈസ് ചെയ്യാനാണ് നമ്മൾ അടുത്ത സെക്ഷൻ വരുന്നത്. ഓക്കെ, സോ നമുക്ക് 1 by 1 ആയിട്ട് നൗൺ, പ്രനൗൺ ഇതൊക്കെ എന്താണെന്ന് തിരിച്ചറിയാം. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നൗൺ. നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് നൗൺ? നൗൺ എന്ന് പറഞ്ഞാൽ നെയിമിംഗ് വേർഡ്. So we are moving to the each and every categories of the different types of parts of speech. So the first part is noun. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? noun. What is noun? അത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ നെയിമിംഗ് വേർഡ്. Noun is known as naming word. So what is naming word? For whatever the things, if we are giving a name, we call it as noun. അതായത് നമ്മളിപ്പോൾ ഏതൊരു കാര്യത്തിനെയും ഒരു പേരിടാൻ നമുക്ക് എന്തിനേയും തിരിച്ചറിയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ക്യാൻ ബി ദ നെയിം ഓഫ് പേഴ്സൺ. എന്താവാം? നെയിം ഓഫ് പേഴ്സൺ. അടുത്തതോ, it can be the name of place, or also it can be the name of things. എന്തൊക്കെ ആവാം? it can be the name of a person, place or things. എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഓരോ വ്യക്തിയും അവർക്കൊരു പേരുണ്ട്. നിങ്ങളെ പേരാണ് നിങ്ങളുടെ ഐഡന്റിറ്റി. അപ്പൊ ആ പേര് എന്തിനാ കൊടുത്തിരിക്കുന്നത്? നെയിമിംഗ് വേർഡ് ആയിട്ടാണ്. അപ്പൊ അത് ഏത് കാറ്റഗറിയിൽ വരും? നൗൺ ആയിട്ട് വരും. ഇനി ഓരോ സ്ഥലങ്ങൾ, നമ്മളിപ്പോ ഐ വെന്റ് ടു ട്രിവാൻഡ്രം, ഐ വെന്റ് ടു സൗത്ത് ആഫ്രിക്ക എന്നൊക്കെ പറയുമ്പോൾ അവിടെ ആ ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു പ്ലേസിന്റെ പേര് പറയുമ്പോൾ നമുക്ക് തിരിച്ചറിയും അതെന്താണെന്ന്. അപ്പോൾ അതുകൊണ്ടും എന്താണ്, ഒരു സ്ഥലത്തിന്റെ പേരും നെയിമിംഗ് വേർഡിൽ വരും. അതേപോലെ ഓരോ വസ്തുക്കൾ നമ്മൾ യൂസ് ചെയ്യുന്ന പലതരം, കുട്ടികളായ നിങ്ങളുടെ കയ്യിൽ തന്നെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവും? ബാഗ് ഉണ്ടാവും, പെൻ ഉണ്ടാവും, പെൻസിൽ ഉണ്ടാവും, ബുക്ക് ഉണ്ടാവും, നോട്ട് ഉണ്ടാവും, ടെക്സ്റ്റ് ഉണ്ടാവും, സ്കെയിൽ ഉണ്ടാവും. ഇങ്ങനെ പല ഡിവൈസസ്, സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സാധനത്തിനും നമ്മളൊരു പേര് വെച്ച് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നൗണാണ്. എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ചുറ്റും നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ യു ക്യാൻ സീ thousands of nouns around us. So that is noun. So what is noun? If you are identifying a thing or a place or a person with a name. So നമ്മൾ ഇരിക്കുന്ന ക്ലാസ് റൂം, അവിടുത്തെ റൂഫ്, ബോർഡ്, ചോക്ക്, ടീച്ചർ യൂസ് ചെയ്യുന്ന സ്റ്റിക്ക്, ഇതൊക്കെ എന്താണ്? നൗൺ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ എന്താണ് നൗൺ? Noun is known as naming word. It can be the name of person, place or things. Example എന്തൊക്കെ വരാം? For example എന്തൊക്കെ വരും? നിങ്ങളെ സ്വന്തം പേര് എഴുതാം, അല്ലെങ്കിൽ ഗാന്ധിജി. ഇനി സ്ഥലം അമേരിക്ക. ഇനി പ്ലേസ് പറഞ്ഞു. തിങ്സ് എന്താണ്? തിങ്സ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? ബാഗ്, ഹൗസ്, ബുക്ക് ഒക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ എന്താണ്? നൗണാണ്. അപ്പൊ നൗൺ എന്ന് പറഞ്ഞാല് നമ്മൾ കാണുന്ന ഏതൊരു ഐറ്റം അല്ലെങ്കിൽ ഏതൊരു ഇതിനെയും ഇഫ് യു ഐഡന്റിഫൈ ഇറ്റ് വിത്ത് എ നെയിം, ഒരു പേര് വെച്ച് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നൗണാണ്. സോ നൗൺ ഓക്കെ ആയല്ലോ? യെസ്. സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രനൗൺ. എന്താണ്? പ്രനൗൺ. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന സെക്കൻഡ് സെക്ഷൻ പ്രനൗൺ ആണ്. ആദ്യം നമ്മൾ പഠിച്ചു നൗൺ.
അപ്പൊ what is noun എന്ന് പറഞ്ഞാൽ നെയിമിംഗ് വേർഡ്, അത്ര ഓർത്താൽ മതി. നെയിമിംഗ് വേർഡ്, ഇറ്റ് ക്യാൻ ബി ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്സ്. നമ്മൾ കാണുന്ന ഏതൊന്നിനെയും ഇഫ് യു ആർ ഐഡന്റിഫൈങ്, നമ്മളിപ്പോ മുഖത്ത് കിടക്കുന്ന എന്താണ് ഐസ്, ഇയേഴ്സ്, നോസ്, ടങ്, ഇതൊക്കെ നൗണാണ്. എന്തുകൊണ്ടാ? ആ ഒരു പെർട്ടിക്കുലർ പാർട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു നെയിമുണ്ട്. ഐസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് ഇയേഴ്സിന്റെ ഓർമ്മ വരില്ല. ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ടങ് അല്ല കണക്ട് ചെയ്യും. അപ്പോൾ ആ ഓരോന്നിനും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ നെയിം വെച്ച് ഐഡന്റിഫൈ ചെയ്യും. ഇപ്പൊ നമ്മൾ വിയർ ചെയ്തിരിക്കുന്ന ഷർട്ട്, വൈറ്റ് ഷർട്ട്, ബ്ലാക്ക് ഷർട്ട് എന്നൊക്കെ പറയും. അപ്പൊ ആ ഷർട്ട് പോലും ഇങ്ങനെ നമ്മൾ വോർ ചെയ്യുന്ന എല്ലാ ഡ്രസ്സസും എന്താണെങ്കിലും എല്ലാം ഒരു പേരുണ്ടാവും. അപ്പൊ അതിനെയൊക്കെ നമ്മൾ പറയുന്നത് നൗൺ എന്നാണ്. നമ്മൾ സെക്കൻഡ് സെക്ഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രനൗൺ. പ്രനൗണിനെ നോർമലി നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ? ഫോർ എ നൗൺ. എന്താണ് പ്രനൗണ് നമ്മൾ നോർമലി പറയുന്നത്? ഫോർ എ നൗൺ. ഓക്കെ, പ്രനൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സെക്കൻഡ് സെക്ഷൻ എന്തായിരുന്നു? സെക്കൻഡ് സെക്ഷൻ എന്താണ്? പ്രനൗൺ ആണ്. എന്താണ്? പ്രനൗൺ ആണ്. പ്രനൗൺ എന്ന് പറഞ്ഞാൽ നോർമലി എന്തിനെയാന്ന് പറയാ? ഫോർ എ നൗൺ. അവിടെ ആരുണ്ട്? നൗൺ ഉണ്ട്. ആരുണ്ട്? നൗൺ ഈസ് ദർ. സോ pronoun stands for, normally we used to explain pronoun as for a noun. What is the meaning of for a noun? So we use pronoun in the place of noun while preparing a sentence. നമ്മളൊരു സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം ഒരേ സംഭവം ആവർത്തിച്ചുകൊണ്ട് പറയുന്നത് വളരെ ബോറിംഗ് ആണ്. റെപ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ വളരെ ബോറിംഗ് ആണ്. അപ്പോൾ അതിന് പകരം, അതായത് നൗണിനെ വീണ്ടും 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 ഒരു പാരഗ്രാഫ്, ഇപ്പോൾ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 10th ചാപ്റ്റർ ആണെങ്കിൽ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറയുന്ന ആ വ്യക്തിനെ എപ്പോഴും ത്രൂ ഔട്ട് ദ ചാപ്റ്റർ നമുക്ക് വീണ്ടും 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 ഗബ്രിൽ ഗാർഷ്യ മാർക്വസ്, ഫേമസ് റൈറ്റർ, ഹി കാൻ യൂസ് ദ സെയിം വേർഡ് വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് സെയിം വാല്യൂ ഉള്ള, അതായത് പ്രനൗണിന് ഏതിന്റെ വാല്യൂ തന്നെയാണ്? നൗണിന്റെ അതേ വാല്യൂ തന്നെയാണ്. ഒരിക്കലും വാല്യൂ റിഡ്യൂസ് ആകുന്നില്ല പ്രനൗൺ എന്ന് പറഞ്ഞുകൊണ്ട്. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന വേർഡാണ് ഏത്? പ്രനൗൺ എന്ന് പറയുന്നത്. ഇംഗ്ലീഷില് മെയിൻലി നമ്മൾ സബ്ജക്റ്റ് പൊസിഷനിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എത്ര പ്രനൗൺ ആണ്? 7 pronouns ആണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വേറെ പൊസസീവ് പ്രനൗൺ അങ്ങനെ കുറെ കാറ്റഗറീസ് ഉണ്ട്. അതൊന്നും ഡീപ്പായിട്ട് നമ്മൾ പോകണ്ട. നമുക്ക് ബേസ് ലെവലിൽ നമുക്ക് അത്യാവശ്യമായ പോർഷൻസ് മാത്രം കവർ ചെയ്തിട്ട് പോകാം. ഇംഗ്ലീഷിൽ നോർമലി 7 പ്രനൗൺ ആണ് ഉള്ളത്. ഈ 7 പ്രനൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർത്ത് വെക്കുക, ഇതൊരിക്കലും നമ്മൾ മറക്കേണ്ട സെക്ഷൻ അല്ല. ഹി, ഷീ, ഇറ്റ്, ഐ, യു, they, we. He, she, it, I, you, they, we. ഇതിനെ നോർമലി ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കോഡ് ഉണ്ട്. അതായത് നമ്മൾക്ക് ഈ ഇടയിൽ നമ്മൾ കുറേ ഇങ്ങനെയൊക്കെ പഠിച്ചു വെക്കുമ്പോൾ ഇടയിൽ നമ്മളെ മനസ്സിനകത്തും ചില വാക്കുകൾ അങ്ങ് പുറകെ ചാടിപ്പോകും. കുഞ്ഞു വാക്കുകളാകുമ്പോൾ അത് ഓർമ്മിച്ചെടുക്കാൻ ഇത്തിരി പാടാണ്. അപ്പം അത് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു കോഡ് ഉണ്ടാക്കിയിട്ട് കൊടുക്കും. ആ കോഡ് ഇവിടെ ഞാനൊന്ന് അപ്ലൈ ചെയ്യാം. ഹി, ഷീ, ഇറ്റ്, ഐ, യു, ദേവി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു കാര്യം കോഡാക്കുകയെന്ന് നമ്മളൊരു കാര്യം സീരിയസ് ആയിട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഒരിക്കലും മിസ്റ്റേക്ക് വരാൻ പാടില്ല എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയാം അതൊരു ഹ്യൂമൻ ക്വാളിറ്റിയാണ്. എന്താ? വെനെവർ വി ആർ ഡൂയിങ് സംതിങ് വെരി കെയർഫുൾ, ആ മിസ്റ്റേക്ക് വിൽ കം. ഒരു മിസ്റ്റേക്ക് സർവ്വസാധാരണമാണ്. അറിയാതെ നമുക്ക് തെറ്റിപ്പോകും. അത് നമ്മൾ ഓവർ കോൺഷ്യസ് ആയിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനോടൊക്കെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ തെറ്റിപ്പോവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ തെറ്റിപ്പോയെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു വിഷമത്തിന് നമ്മൾ പറയും ഹിഷ് തെറ്റിപ്പോയല്ലോ, ഹിഷ് എന്നുള്ള രീതിയിൽ ഓർക്കുക. വെറുതെ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു കോഡാണ് ഹിഷ് എന്നാക്കാം. അപ്പം അതിൽ 3 പ്രനൗൺ വന്നു. ഏതൊക്കെ വന്നു? ഹി വന്നു, ഷീ വന്നു, ഇറ്റ് വന്നു. ഇനി അടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പൊതുവെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ തെറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന ഒരാളുണ്ട്. ആരാണ്? ദൈവത്തിനെ അങ്ങ് വിളിക്കും. അപ്പൊ തൽക്കാലം ഈ പറയുന്ന രീതിയിലുള്ള ദൈവത്തിനെ വിളിച്ചാൽ മതി. എന്താണ്? അയ്യോ ദേവി,
അയ്യോ ദേവി തെറ്റിപ്പോയല്ലോ എന്നുള്ള രീതി. അയ്യോ ദേവി. അപ്പൊ അതില് 4 പ്രനൗൺ വന്നു. ഏതൊക്കെ വന്നു? ഐ, യു, ദേ, വി. ഇവിടെ ഇങ്ങനെയുള്ള ഒരു പ്രനൗൺ ഒരു ഇത് തന്നത് കാരണം നമുക്ക് ഇതേ ആൾക്കാരെ തന്നെ ഓർമ്മിക്കണം. വേറെ എന്തെങ്കിലും ദൈവമേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിന്റെ ആ കോഡ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നമുക്ക് ഈ പ്രനൗൺ പഠിക്കാൻ വേണ്ടിയിട്ട് ഈ കോഡ് തന്നെ ഉപയോഗിക്കുക. ഒരു കാര്യം സീരിയസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് തെറ്റ് പറ്റി. ആ തെറ്റ് പറ്റിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ആ ഒരു വിഷമത്തിൽ ഹിഷ് അയ്യോ എന്ന് പറയില്ലേ, ഹിഷ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഹി ഷി ഇറ്റ് വന്നു. അത് കഴിഞ്ഞ് നമ്മൾ ദൈവത്തിനെ വിളിച്ചു അല്ലെ, അയ്യോ ദേവി എന്ന് പറഞ്ഞു. അപ്പൊ ഐ യു ദേവി. നമ്മൾ 7 പ്രനൗൺ നമുക്ക് എടുക്കും. ഇങ്ങനെ ഒരു കോഡ് വെച്ച് പഠിക്കുകയാണെങ്കിൽ ഇടയിൽ ഷിയോ അല്ലെങ്കിൽ വിയോ ഒന്നും ചാടിപ്പോവില്ല. എല്ലാം നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ എന്താണ് ഇതിന്റെ കോഡ്? ഹിഷ്, അയ്യോ ദേവി. അപ്പൊ 7 പ്രനൗൺ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചു വെക്കണം. നമുക്ക് എല്ലാത്തിലും അത്യാവശ്യമായ പ്രനൗൺ ആണ്. അപ്പോൾ അത് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിനിടയിൽ സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ ഇംഗ്ലീഷിന്റെ ഗ്രാമറിന്റെ എല്ലാ പാർട്ടിലും അപ്ലൈ ചെയ്യേണ്ട പ്രനൗൺ ആണ്. അപ്പോൾ പ്രനൗണിന് ഏതിന്റെ വാല്യൂ തന്നെയുണ്ട്? നൗണിന്റെ അതേ വാല്യൂ തന്നെയാണ്. വാല്യൂവിനൊന്നും കുറവൊന്നുമില്ല. ഓക്കെ. അപ്പൊ ഏതൊക്കെയാണ്? ഹി, ഷി, ഇറ്റ്, ഐ, യു, ദേ, വി. ഇങ്ങനെ ഈ ഒരു രീതിയിൽ പഠിക്കുമ്പോൾ വേറൊരു ഗുണം കൂടിയുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഹി, ഷി, ഇറ്റ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ മൂന്നെണ്ണം എപ്പോഴും ഇംഗ്ലീഷിൽ ഇതിന്റെ കൂടെ വരുന്ന വെർബ്, നമ്മളിനി പഠിക്കാൻ പോകുന്ന സെക്ഷനാണ് വെർബ്. എന്തായാലും അതിന്റെ ബിഗിനിങ് ആയിട്ട് പറയാന്ന്. ഇതിന്റെ മുന്നിൽ വരുന്ന വെർബ് എപ്പോഴും എന്ത് ഫോം ആയിരിക്കും? സിംഗുലർ ഫോം ആയിരിക്കും. എന്ത് ഫോം ആയിരിക്കും? സിംഗുലർ ഫോം ആയിരിക്കും. എന്ത് ഫോം ആയിരിക്കും? സിംഗുലർ ആണ്. അപ്പൊ ഏതാണ് സിംഗുലറിൽ വരുന്നത്? ഹി, ഷി, ഇറ്റ്. ഇനി നമ്മുടെ രണ്ടാമത്തെ സെക്ഷനായ അയ്യോ ദേവി എന്ന് പറയുന്ന ആ വേർഡുകൾ, അത് ഏത് ഫോമിലാണ് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുക? പ്ലൂറൽ ഫോമിൽ. അപ്പൊ ഇത് പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ബെനിഫിറ്റും കൂടിയുണ്ട്. ഒന്നിച്ച് മിക്സ് ചെയ്യാതെ പഠിച്ചാൽ ഹി, ഷി, ഇറ്റ് സിംഗുലർ ഫോം. ഇതിന്റെ കൂടെ വരുന്ന വേർബ് എപ്പോഴും എന്ത് ഫോമിലായിരിക്കും? സിംഗുലർ ഫോമിലായിരിക്കും. അടുത്തത് അയ്യോ ദേവി എന്ന് പറയുന്ന സെക്ഷൻ, അത് ഏത് ഫോമിലായിരിക്കും? പ്ലൂരൽ ഫോമിലായിരിക്കും. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ആയ പ്രനൗൺ എന്ന് പറയുന്ന സെക്ഷൻ. ഇനി അപ്പൊ പ്രനൗൺ എന്ന് പറഞ്ഞാൽ നൗണിന്റെ അതേ വാല്യൂ ആണ്. പ്രനൗണ് എത്രയുണ്ട് എന്നാ പറഞ്ഞത്? മെയിൻലി നമുക്ക് പഠിക്കാനുള്ളത് ഒത്തിരി ഉണ്ട്. പക്ഷെ നിങ്ങൾ പൊസസീവ് ലെവൽസ് അതിലേക്കൊന്നും പോകണ്ട. നമുക്ക് ബേസ് പാർട്ടായിട്ട് നോക്കുമ്പോൾ 7 പ്രനൗൺസ് ഉണ്ട്. ആ 7 പ്രനൗണിൽ പെടുന്നതാണ് ഹി, ഷി, ഇറ്റ്, അയ്യോ ദേവി. അപ്പോൾ ഹി, ഷി, ഇറ്റ് എന്ന് പറഞ്ഞത് സിംഗുലറും അയ്യോ ദേവി എന്ന് പറയുന്നത് പ്ലൂരലുമാണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. എന്താണ് അടുത്ത സെക്ഷൻ? അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് എന്തിനെയാണ്? യെസ്, അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് തേർഡ് സെക്ഷൻ ഏതായിരുന്നു? ഓൾറെഡി പറഞ്ഞതാണ്, അഡ്ജക്റ്റീവ്. എന്താണ് അഡ്ജക്റ്റീവ്? അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബിംഗ് വേർഡ്. എന്ത് ഡിസ്ക്രൈബ് ചെയ്യും? ഇറ്റ് ഡിസ്ക്രൈബ്സ് the good and bad peculiarities of noun. നൗണിന്റെ നല്ലതും മോശവുമായ, അതായത് എന്തൊക്കെയുണ്ടോ അതൊക്കെ പറയുന്ന ആളാണ്. വിവരിക്കുന്ന, ആരെ വിവരിക്കുന്നതാണ്? ഇവിടെയും നമ്മൾ ആദ്യം പഠിച്ച നൗൺ, മീനിങ് വേർഡ്. ആ നെയിമിംഗ് വേർഡിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രനൗണും ആ നെയിമിംഗ് വേർഡിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കാണ് ഇത് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അഡ്ജക്റ്റീവ്സിന്റെ പേർപ്പസ് എന്താണ്? നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുക. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഷർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒത്തിരി ഷർട്ടുകളുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ എഴുതി ബ്ലാക്ക് ഷർട്ട്. അപ്പോൾ അവിടെ സ്പെസിഫൈ ചെയ്തു, അതിന്റെ പെക്യുലാരിറ്റീസ് എടുത്തു പറഞ്ഞു. ബ്ലാക്ക് കളർ ഷർട്ട്. ക്യൂട്ട് ബേബിയാണ്. പക്ഷെ ബേബി എന്ന് പറയുന്ന നൗണിനെ ഞാൻ ഏത് അഡ്ജക്റ്റീവ് യൂസ് ചെയ്തു? ക്യൂട്ട് എന്ന വാക്ക് യൂസ് ചെയ്തു. ഇനി റോസ് എന്ന് പറഞ്ഞ ഒരു ഫ്ലവർ ആണ്. ഈ ഫ്ലവറിനെ ഞാൻ പറഞ്ഞു വൈറ്റ് റോസ്.
ഏത് റോസിനെയാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്ത്? റോസ് ഒത്തിരി ഉണ്ട്, പക്ഷേ ഞാൻ ഇവിടെ പറഞ്ഞത് വൈറ്റ് റോസ് ആണ്. ഓക്കെ, അപ്പോ ഈ 3 സെക്ഷൻ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇതിന്റെ കണ്ടിന്യൂഷൻ അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവും. അപ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാൻ പറ്റും.